ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് പോണ ചാപ്റ്റർ ന്യൂക്ലിയ എന്നറിയുന്ന ചാപ്റ്ററാണ്. ന്യൂക്ലിയ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ന്യൂക്ലിയസിനെ പറ്റിയും അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ എനർജി, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, അതിൻ്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അതേപോലെ അതിൻ്റെ ബൈൻഡിങ് എനർജി, അതിൻ്റെ സ്റ്റെബിലിറ്റി, റേഡിയോ ആക്ടിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ന്യൂക്ലിയ എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിക്കാണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ന്യൂക്ലിയസ് അതല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ അതല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. അതായത് കിലോഗ്രാമിലൊക്കെ മെഷർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് അതല്ലെങ്കിൽ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്ടുള്ള യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ യു വെച്ചുകൊണ്ടൊക്കെ ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ AMU വെച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്യും. അറ്റോമിക് മാസ് യൂണിറ്റ് 1 അറ്റോമിക് മാസ് യൂണിറ്റ് പറഞ്ഞുകൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് അറിയണത്, 1 അറ്റോമിക് മാസ് യൂണിറ്റ് അറിയണത്. 1 അറ്റോമിക് മാസ് യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ 12 ആറ്റം എടുക്കുക, അതിൻ്റെ മാസ് എന്താണോ ആ മാസിൻ്റെ 12ൽ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അങ്ങനെ ഡിഫൈൻ ചെയ്തത് അങ്ങനെയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് അറിയുന്നത്. 1 AMU പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിനെ നമ്മൾ എന്ത് ചെയ്യുക, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് 1 AMU എന്ന് പറയുന്നത്. ഈക്വൽ ടു 1 കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് അറിയുന്നത് 1.99 × 10⁻26 കിലോഗ്രാം ആണ്. അതിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അങ്ങനെ 1 AMU ഈക്വൽ ടു 1.66 × 10⁻27 കിലോഗ്രാം കിട്ടും. അപ്പോൾ 1 അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ കിലോഗ്രാമിലുള്ള വാല്യൂ അറിയണത് ഈക്വൽ ടു 1.66 × 10⁻27 കിലോഗ്രാം ആണ്. അപ്പോൾ -27 10⁻27 കിലോഗ്രാം അത്രയും ചെറുതാണ് എന്താ അറിയണത്, 1 AMU അറിയണത്. അപ്പോൾ 1 AMU അറിയണത് ചെറിയ മാസ് മെഷർ ചെയ്യാനില്ല അങ്ങനെ സ്കെയിലാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് പറയാനുള്ള കാരണം എന്ന് അറിയണത് ന്യൂക്ലിയസിൻ്റെ മാസും അതേപോലെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇതിൻ്റെയൊക്കെ മാസ് അറിയണത് വളരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ കൂടുതലായി കാണും അതിനെ അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ ടേമിലും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അറ്റോമിക് മാസ് യൂണിറ്റ് നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോട്ടോൺസ് ആണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു മെമ്പറാണ് ആരും അറിയണത്, പ്രോട്ടോൺ എന്ന് അറിയണത് അല്ലേ. പ്രോട്ടോണിന്റെ മാസ് അറിയണത് 1.00727 AMU ആണ് അറ്റോമിക് മാസ് യൂണിറ്റ്. പ്രോട്ടോണിന്റെ മാസ് അറിയണത് കിലോഗ്രാമിലാവുമ്പോൾ 1.67 × 10⁻27 കിലോഗ്രാം. പ്രോട്ടോണ് പോസിറ്റീവ് ആയിങ്ങാണ്ടുള്ള ചാർജാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് അറിയണതാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് അങ്ങനെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളതാണ് ന്യൂട്രോൺസ് എന്ന് അറിയണത്. ന്യൂട്രോണിന്റെ മാസ് അറിയണത് AMUയിൽ 1.00866 ആണ് AMUയിൽ വരിക. ന്യൂട്രോണിന്റെ മാസ് എന്ന് അറിയണത് അത് കിലോഗ്രാമുക്ക് മാറ്റിയ 1.6749 × 10⁻27 കിലോഗ്രാം കിട്ടും ന്യൂട്രോണിന്റെ മാസ്. ന്യൂട്രോണെ ഡിസ്കവർ ചെയ്തത് ചാഡ്വിക് എന്നറിയുന്ന സയന്റിസ്റ്റ് ആണ്. ആ സയന്റിസ്റ്റിന് ന്യൂട്രോൺ കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്തിരിക്കണേ, നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തിരിക്കണേ. ഓക്കെ, ചാഡ്വിക് ആണ് ന്യൂട്രോണെ ഡിസ്കവർ ചെയ്തത്. നോക്കുക, നെക്സ്റ്റ് അങ്ങനെ നമ്മൾ അറ്റോമിക് നമ്പർ, ഒരു ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പറിനെ നമ്മൾ Z വെച്ചുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. Z എന്താ അറ്റോമിക് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റോമിക് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ ആ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റോമിക് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണോ അതാണ് അറ്റോമിക് നമ്പർ അറിയണത്. അറ്റോമിക് നമ്പർ നമ്മൾ Z വെച്ചുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ നമ്മൾ N വെച്ചുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതേപോലെ തന്നെ അടുത്തതാണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് അറിയണത് A.
മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആൾക്കാർ എത്രത്തോളം ആൾക്കാരുണ്ടോ ആ ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ് അറിയുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസ് ആണ്. അപ്പോൾ പ്രോട്ടോണിയും ന്യൂട്രോണിയും പാടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതിനെ എ വെച്ച് കണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ പ്രോട്ടോണിന്റെ എണ്ണം Z, അതേപോലെ ന്യൂട്രോണിന്റെ എണ്ണം N. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും മാസ് നമ്പർ കിട്ടും. നമ്മളൊരു ന്യൂക്ലിയസിനെ ഡിനോട്ട് ചെയ്യണ സമയത്ത് അതിൻ്റെ അറ്റോമിക് നമ്പർ താഴെയും മാസ് നമ്പർ മേലെയും ആയിങ്ങാണ്ടാണ് എന്ത് ചെയ്യുക ഡിനോട്ട് ചെയ്യല്. XZA എന്ന് പറഞ്ഞുകൊണ്ട് നോക്കണം ഒരു ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ളത് അതിൻ്റെ അറ്റോമിക് നമ്പറും മേലുള്ളത് അതിൻ്റെ മാസും ആയിരിക്കും. ഇപ്പോൾ ഗോൾഡിന് നമ്മൾ ആക്കണേ, ഗോൾഡിൽ നമ്മൾ 79 അതേപോലെ 197 കൊടുത്തിക്കണേ. അപ്പോൾ 79 എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറും 197 എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പറുമാണ്. അപ്പോൾ ഈ ഗോൾഡിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? പ്രോട്ടോൺസ് അറിയണത് 79 പ്രോട്ടോൺസ് ഉണ്ട്. കാരണം പ്രോട്ടോണിന്റെ എണ്ണാണ് അതിന്റെ അറ്റോമിക് നമ്പർ അറിയണത്. ഓക്കെ, എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും പാടെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 179 എണ്ണം ഉണ്ട്. അല്ല, 197 എണ്ണം ഉണ്ട്. 197 എണ്ണം ന്യൂക്ലിയസും ന്യൂട്രോൺസും പ്രോട്ടോൺസിന്റെയും പാടെ ടോട്ടൽ എണ്ണം. ഇനി നമ്മൾ അടുത്ത് നോക്കണത് ന്യൂട്രോൺസ് മാത്രം എത്ര ഉണ്ട്? ന്യൂട്രോൺസിന്റെ എണ്ണം മാത്രം അറിയാൻ വേണ്ടിയാണ്ട് മാസ് നമ്പറിന് എന്ത് ചെയ്താ അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടും. കാരണം അത് ന്യൂട്രോണും പ്രോട്ടോണിന്റെയും പാടെ എണ്ണം കൂട്ടിയതാ. അപ്പോൾ 197 79 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും? 818. 118 ന്യൂട്രോൺസ് ഉണ്ടാവും. 118 ന്യൂട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂക്ലിയസിന്റെ ബേസിക് ആയിക്കാണ്ട് അറിയാനുള്ള കാര്യങ്ങൾ. ഒരു ന്യൂക്ലിയസിന്റെ മാസ് എങ്ങനെ മെഷർ ചെയ്യും? അതിൻ്റെ മാസ് യൂണിറ്റ് ആണ് അറ്റോമിക് മാസ് യൂണിറ്റ് അറിയണത്. പ്രോട്ടോണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ അറ്റോമിക് നമ്പർ വരുന്നത്. ന്യൂട്രോണും പ്രോട്ടോണിൻ്റെയും പാടെ എണ്ണം കൂട്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക മാസ് നമ്പർ പറയണത്. ഒരു ന്യൂക്ലിയസിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ആണ്. അതിലൊന്നാണ് ഐസോടോപ്സ്. ഐസോടോപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ സെയിം ആയിങ്ങാണ്ടില്ല, മാസ് നമ്പർ ഡിഫറൻറ്റും ആയിങ്ങാണ്ടില്ല ന്യൂക്ലിയസിനെയാണ് നമ്മൾ എന്താ പറയണത് ഐസോടോപ്സ് എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ അറിയണത്. അപ്പോൾ ഐസോടോപ്സിന് എക്സാമ്പിളാണ് H11, H12, H13 എന്നറിയണത്. അതായത് ഇതിൻ്റെയൊക്കെ പ്രോട്ടോൺസിൻ്റെ എണ്ണം എന്താണ്? സെയിം ആണ്. അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്, അറ്റോമിക് നമ്പർ സെയിം ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പ്രോട്ടോണിൻ്റെ എണ്ണമൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ആണ് മാസ് നമ്പർ ഡിഫറൻ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിൽ എന്തുണ്ടാവും? അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഐസോടോപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ സെയിം എലമെൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മാസ് നമ്പർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അറ്റോമിക് നമ്പർ സെയിം ആയി കണ്ടില്ല ന്യൂക്ലിയസിനെയാണ് നമ്മൾ ഇത് അറിയണത് ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അടുത്ത ടൈപ്പ് ന്യൂക്ലിയസുകളാണ് വരുന്നത് ഐസോബാർസ് എന്ന് പറയുന്നത്. ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മാസ് നമ്പർ ഇല്ല ന്യൂക്ലിയസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഐസോബാർസ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കുക, H13 ഹീലിയം 23. അതിൽ രണ്ടെണ്ണത്തിന് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും മാസ് നമ്പർ എന്താണ്? സെയിം ആണ്, പക്ഷേ അറ്റോമിക് നമ്പറിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിഫറൻറ്റ് എലമെൻ്റ് ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ ഐസോബാർസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം അറ്റോമിക് നമ്പർ എന്താണ്? വ്യത്യാസമുണ്ട്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ന്യൂട്രോണിന്റെ എണ്ണം സെയിം ആയിങ്ങാണ്ടില്ല ന്യൂക്ലിയസുകളെയാണ് നമ്മൾ എന്താ പറയുന്നത് ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഒക്കെ ഇതിന്റെ പേര് തന്നെ ഉണ്ട്. ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ, ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണം സെയിം ആയിങ്ങാണ്ടില്ലേ, ഐസോബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ സെയിം ആയിങ്ങാണ്ടില്ലേ, ഐസോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയിങ്ങാണ്ടുള്ളത്. ഇപ്പൊ ഇതിൽ മെർക്കുറിയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 198 അതിന്റെ മാസ് നമ്പർ, 80 അതിന്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ന്യൂട്രോൺസിന്റെ എണ്ണം വരിക 118. ഇവിടെ ഗോൾഡ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 79 അതേപോലെ തന്നെ മാസ് നമ്പർ 197 വരുന്നത്. ഇവിടെ നിന്നും ആക്കണേ ന്യൂട്രോൺസിന്റെ എണ്ണം കാണാൻ വേണ്ടിയാണ്ട് മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 118 തന്നെ കിട്ടും. അപ്പോൾ ന്യൂട്രോൺസിന്റെ എണ്ണം എന്ന് അറിയണത് രണ്ടെണ്ണത്തിലും സെയിം ആണ്. അപ്പോൾ ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയി കാണ്ടില്ല ന്യൂക്ലിയസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ന്യൂക്ലിയസുകളെ പറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് സൈസ് ഓഫ് ന്യൂക്ലിയസിൻ്റെ സൈസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യണത്. നമുക്കറിയാം റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പറ്റുമെന്ന് അറിയാം. ന്യൂക്ലിയസിൻ്റെ സൈസ് ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം ന്യൂക്ലിയസ് ഉള്ള സ്ഥലത്ത് ന്യൂക്ലിയസിൻ്റെ വോളിയം റുദർഫോർഡ് തന്നെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് എന്ന് അനലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അതിൻ്റെ സൈസ് അറിയണത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് റീബൗണ്ട് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറയാനില്ല. കാരണം ന്യൂക്ലിയസിൻ്റെ സൈസ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീബൗണ്ട് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ സൈസ് അറിയണത് കൂടുതലാകുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് നമ്മൾ മനസ്സിലാക്കുന്നത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് റീബൗണ്ട് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം നോക്കിയാണ്ടാണ്. ഓക്കെ, ദെൻ നമ്മൾ അങ്ങനെ ഓരോ ആറ്റത്തിൻ്റെയും ഡിഫറെൻറ്റ് ആറ്റത്തിൻ്റെ ഒക്കെ ന്യൂക്ലിയസിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈസും ന്യൂക്ലിയസിൻ്റെ സൈസും അതേപോലെ തന്നെ അതിൻ്റെ മാസ് നമ്പറും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് R=R0 A⁻1/3 എന്ന് പറയുന്ന റിലേഷനിലാണ്. അതായത് R എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ന്യൂക്ലിയസിൻ്റെ സൈസ് ഡിഫൈൻ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ റേഡിയസ് പറഞ്ഞാൽ മതി. റുദർഫോർഡ് പറയുന്നുണ്ട് ഒരു ആറ്റത്തിൻ്റെ സൈസ് അറിയുന്നത് 10⁻10ന്റെ പവറിലും അതേപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ സൈസ് അറിയുന്നത് 10⁻15 മീറ്ററിൻ്റെ റേഞ്ചിലും ആയിരിക്കുന്നത്. 10⁻15 എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് അറിയുന്നത് 10⁻15 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കുന്നു. റുദർഫോർഡ് തന്നെ ആ സമയത്ത് പറയുന്നുണ്ട് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൽ നിന്ന്. ദെൻ റേഡിയസും ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസും അതിൻ്റെ മാസ് നമ്പറും തമ്മിൽ റിലേറ്റ് ചെയ്ത് കണ്ടുള്ള റിലേഷനാണ് R=R0 A⁻1/3 എന്നറിയുന്നത്. എന്നറിയണത് ആ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ. ഓക്കെ, മാസ് നമ്പർ. അപ്പോൾ റേഡിയസ് അറിയണത് മാസ് നമ്പറിൻ്റെ R⁻1/3ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. റേഡിയസ് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് അറിയണത് മാസ് നമ്പറിൻ്റെ R⁻1/3ക്ക് പ്രൊപ്പോർഷണലാണ്. അവിടെ അല്ലെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് R0 എന്ന് അറിയണത്. R0ൻ്റെ വാല്യൂ അറിയണത് =1.2 × 10⁻15 ആണ്. R0 1.2 × 10⁻15. അപ്പോൾ നമ്മൾ എക്ക് 1 ആണ് വാല്യൂ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് അറിയണത് R0 തന്നെ ആയിരിക്കും 1.2 × 10⁻15. അതായത് H11 എന്നറിയണ ആറ്റത്തിൻ്റെ റേഡിയസ് അറിയണത് 1.2 × 10⁻15 മീറ്റർ ആയിരിക്കും. ഹൈഡ്രജൻ H11. ഓക്കെ, ദെൻ നമ്മൾ അടുത്തത് നോക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റിയാണ്. ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്താൽ മതി. ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ചെയ്യുമ്പോൾ മാസ് അറിയണത് എ ആണ് വരിക. മാസ് നമ്പർ എ ഇൻറ്റു പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ ഒക്കെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ടോട്ടൽ മാസ് കാണാൻ വേണ്ടി പറ്റും. ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യാം. വോളിയം എന്ന് അറിയണത് ആ റേഡിയസ് തന്നിക്കണ് R0 A⁻1/3 ആണെന്ന്. അപ്പോൾ ന്യൂക്ലിയസ് അറിയുന്നത് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും, സ്ഫിയർ പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്ഫിയറിൻ്റെ വോളിയം എന്ന് അറിയണത് 4/3 πr³. ഓക്കെ, അപ്പോൾ അതിൽ ആ R എടുക്കുന്നത് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ഇതാണ് വരിക. ഓക്കെ, എന്നിട്ട് ആ R³ കൂടി എടുത്തങ്ങാണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
നമുക്ക് ഡെൻസിറ്റി, ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി അറിയണത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് എല്ലാ സമയത്തും കിട്ടുക. അപ്രോക്സിമേറ്റ്ലി എല്ലാ ന്യൂക്ലിയസിന്റെയും ഡെൻസിറ്റി അറിയുന്നത് സെയിം ആയി കണ്ടാണ്. ദെൻ അതിന്റെ വാല്യൂ അറിയണത് ഈക്വൽ ടു 2.3 × 1017 kg/m³. 2.3 × 1017 kg/m³. ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി എന്ന് അറിയണത്. ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി അറിയണത് മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. കാരണം വോളിയം നോക്കുമ്പോൾ തന്നെ 4/3 πr³ വരുമ്പോൾ ഇവിടെ ഇതിനൊരു ക്യൂബും പാടെ എടുത്താൽ ഇവിടെ എ വരും. ഇനി മാസ് നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇവിടെ ഒരു എയും വരും. അപ്പോൾ മാസ് നമ്പർ ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ഉള്ള എയും വോളിയത്തിലുള്ള എയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യും. മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് നമ്പറിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു വാല്യൂ എങ്ങാണ്ട് മാറും. ഡിപ്പെൻഡ് ചെയ്യാത്ത പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എല്ലാ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി അറിയണതും ഏകദേശം ഒരേ വാല്യൂ തന്നെയാണ് വരിക. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ എങ്ങാണ്ട് എടുക്കുമ്പോൾ ഈക്വൽ ടു 2.3 × 1017 kg/m³ എന്ന് വരും. ഓക്കെ, അത് ഏത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഹൈഡ്രജൻ ആയാലും ഹീലിയം ആയാലും ബെർലിയം ആയാലും ആരായാലും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാസ് എനർജി റിലേഷൻ. ഐൻസ്റ്റീൻ ആണ് എന്ത് ചെയ്യണത് എന്ന് അറിയോ? മാസ് എനർജി റിലേഷനെ പറ്റിങ്ങാണ്ട് പറയണത്. ഐൻസ്റ്റീൻ്റെ റിലേറ്റീവ് തിയറി ഒക്കെ കഴിഞ്ഞാണ്ട് വരുന്നതാണ് എന്ത് അറിയണത്? മാസ് എനർജി റിലേഷൻ. നിങ്ങൾ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടാവും, E=mc². അതാണ് മാസ് എനർജി റിലേഷൻ പറയണത്. മാസ് എനർജി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം പറഞ്ഞങ്ങാണ്ട് ഒരു മാസ് നമ്മൾ എനർജി ആക്കിങ്ങാണ്ട് കൺവേർട്ട് ചെയ്യുകയാണെന്ന് കരുതുക. അതല്ലെങ്കിൽ ആ എം എന്നുള്ള മാസ് സി എന്നുള്ള വെലോസിറ്റി കൊടുക്കണെ ട്രാവൽ ചെയ്യണ സമയത്ത് അത് E=mc² എന്നറിയണ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, എം എന്നറിയണ മാസിനെ നമ്മൾ എനർജി ആക്കിയാണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനർജി ആക്കിയാണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആകണേ mc² എന്നറിയണ എനർജിക്ക് ഈക്വൽ ആയിങ്ങാണ്ടില്ല എനർജി ഉണ്ടാവും. സി എന്ന് അറിയണത് ലൈറ്റിന്റെ സ്പീഡ്, അതായത് 3 × 10⁸ m/s. ഓക്കെ, ഈ ഐൻസ്റ്റീൻ്റെ എനർജി റിലേഷൻ പറയണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയും ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി ഒക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ ഈ മാസ് എനർജി റിലേഷനും കൂടി വേണം. നോക്കാം നമുക്ക്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാസ് ഡിഫക്റ്റ്. ന്യൂക്ലിയസിന്റെ മാസ് ഡിഫക്റ്റാണ്. ന്യൂക്ലിയസിന്റെ മാസ് ടോട്ടൽ മാസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ന്യൂക്ലിയസിന്റെ ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ഉണ്ടോ അത്രയും പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ മാസ് ഇൻറ്റു അറ്റോമിക് നമ്പർ ചെയ്യാം. അപ്പോൾ പ്രോട്ടോണിൻ്റെ ടോട്ടൽ മാസ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ന്യൂട്രോണിൻ്റെ ടോട്ടൽ മാസ് കാണണം. അതിനെന്താ ചെയ്യുക? മാസ് നമ്പറിന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. മാസ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ എണ്ണം ടോട്ടൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ മാസ് നമ്പറിന് പ്രോട്ടോണിൻ്റെ എണ്ണം മൈനസ് ചെയ്താൽ അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് ന്യൂട്രോണിൻ്റെ ടോട്ടൽ എണ്ണം കിട്ടും. അതിനെ ഒരു ന്യൂട്രോണിൻ്റെ മാസ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ന്യൂട്രോണിൻ്റെ ടോട്ടൽ മാസ് എത്ര ഉണ്ട് എന്നില്ല കിട്ടും. ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ആകണ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ എത്ര മാസ് ഉണ്ട് എന്നില്ല കിട്ടും. പ്രോട്ടോണിൻ്റെ ടോട്ടൽ മാസും അതേപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിൻ്റെ ടോട്ടൽ മാസും ന്യൂട്രോണിൻ്റെ ടോട്ടൽ മാസും ഇവിടെ ആഡ് ചെയ്താൽ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മാസ് കിട്ടും അല്ലേ? പക്ഷെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മാസ് മെഷർ ചെയ്യാണെന്ന് കരുതി ഒരു ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മെഷർ ചെയ്തു. ഇത് നമ്മൾ തിയററ്റിക്കലായി കണ്ട വാല്യൂ എന്ന് അറിയണത് Z×mp എന്ന് അറിയണത്. Z×mp പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ ടോട്ടൽ മാസ്, ഇത് ന്യൂട്രോണിൻ്റെ ടോട്ടൽ മാസ്. അപ്പോൾ ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മാസ് എന്ന് അറിയണത്. പക്ഷെ നമ്മൾ മെഷർ ചെയ്യണ സമയത്ത് മെഷർ ചെയ്ത വാല്യൂ എന്ന് അറിയണത് ഇത്രത്തോളം ഉണ്ടാവില്ല. മെഷർ ചെയ്ത വാല്യൂ തന്നെയാണ് നമ്മൾ എം എടുത്തിക്കണത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത വാല്യൂം ന്യൂക്ലിയസിൻ്റെ ആക്ച്വൽ വാല്യൂം തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, മെഷർ ചെയ്തു എന്ന് എഴുതുക. മെഷർ ചെയ്യുമ്പോൾ മെഷർ ചെയ്ത വാല്യൂ എന്ന് അറിയണത് ആകണേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും കുറവായിരിക്കും. കാൽക്കുലേറ്റഡ് ആയിങ്ങാണ്ടിലെ വാല്യൂവിനെക്കാട്ടിലും കുറവാണ് ആക്ച്വൽ വാല്യൂ എന്ന് അറിയണത്. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂം കാട്ടിലും കുറവാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എവിടെ അതിനൊരു മാസ് എന്ത് ചെയ്തിക്കണേ? ലോസ് ആയിക്കണെന്ന് അർത്ഥം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ശരിക്ക് അതിൻ്റെ പ്രോട്ടോണിൻ്റെ ടോട്ടൽ മാസും
ന്യൂട്രോണിന്റെ ടോട്ടൽ മാസും കൂടിയും ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കണം ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത്. പക്ഷെ ന്യൂക്ലിയസിന്റെ മാസ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ, മെഷർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അളന്നു നോക്കിയപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത്ര ഇല്ല. അപ്പൊ കുറച്ചെവിടെ മാസ് ലോസ് ആയിക്കണ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാസ് ഡിഫക്റ്റിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, മെഷർ ചെയ്ത വാല്യൂന്ന് ആക്ച്വൽ വാല്യൂ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മളെ മെഷേർഡ് വാല്യൂ എന്ന് അറിയണത്. മെഷേർഡ് വാല്യൂന്ന് ആക്ച്വൽ വാല്യൂ, ന്യൂക്ലിയസിന്റെ ആക്ച്വൽ വാല്യൂ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര മാസ് ഡിഫക്റ്റ് ഉണ്ടായി, അതല്ലെങ്കിൽ മാസ് എത്ര ലോസ് ആയി എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് പറ്റും. അതാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മെഷേർഡ് വാല്യൂ മൈനസ് ആക്ച്വൽ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഡിഫക്റ്റ് കിട്ടും. അപ്പൊ ഈ ലോസ് ആയ മാസൊക്കെ എവിടെ പോയി? ന്യൂക്ലിയസിന്റെ മെഷേർഡ് വാല്യൂം ആക്ച്വൽ വാല്യൂം തമ്മിൽ വ്യത്യാസമുണ്ട്. മെഷേർഡ് വാല്യൂ കൂടുതലും ആക്ച്വൽ വാല്യൂ കുറവാണ് അല്ലെ. അപ്പൊ കുറച്ച് മാസം ഇവിടെ ലോസ് ആയിക്കണം. ആ ലോസ് ആയ മാസം എന്താ ചെയ്തത്? ലോസ് ആയ മാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ന്യൂക്ലിയസിന്റെ ആ ചെറിയ വോളിയത്തിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ്ട് ന്യൂക്ലിയസ് ഉപയോഗിക്കണ ബൈൻഡിങ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണത് ഈ മാസ് ഡിഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മാസ് ഡിഫക്റ്റിൽ കുറച്ച് മാസ് ലോസായി. ആ മാസിനെ, ലോസായ മാസിനെ എന്ത് ചെയ്തു? അങ്ങനെ എനർജി ആക്കി കണ്ട് കൺവേർട്ട് ചെയ്തു. എന്തിന്റെ ബേസിൽ? അങ്ങനെ ഐൻസ്റ്റീൻ മാസ് എനർജി റിലേഷന്റെ ബേസിൽ E=mc². ഓക്കെ, അങ്ങനെ ആ ലോസായ മാസിനെ എനർജി ആക്കിങ്ങാണ്ട് കൺവേർട്ട് ചെയ്തുങ്ങാണ്ട് ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത് എന്നറിയോ? ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും പാടെ ബൈൻഡ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിർത്തുന്നത്. ആ എനർജി നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി. ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി അറിയുന്നത് ഹൈ എനർജി വേണം. കാരണം എന്നാലേ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പറ്റുള്ളൂ, ഈ പ്രോട്ടോണയും ഇത്രയും പ്രോട്ടോണയും ന്യൂട്രോണയും ഒക്കെ ഒരുമിച്ച് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എനർജി വേണം. ഓക്കെ, അങ്ങനെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോൺസിനെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കണ എനർജിയാണ് എന്തറിയണത്? അങ്ങനെ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി അറിയണത്. ഈ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തത്? അങ്ങനെ മാസ് ഡിഫക്റ്റ് ഉണ്ടാക്കിയാണ്ട് അല്ലേ. അതായത് അങ്ങനെ അതിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മാസ് എടുത്തു. ഇത്രയും ആണ് അതിന്റെ ശരിക്കുള്ള മാസ് വരേണ്ടത്. പക്ഷെ ആക്ച്വൽ മാസ് അറിയുന്ന അത്ര അല്ല. അപ്പൊ കുറച്ച് മാസ് ലോസ് ആക്കിയത് അറിയണത് അതിനെ എനർജി ആക്കി കണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്ടാ. എന്തിന്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ മാസ് ഡിഫക്റ്റിലെ ആക്കണ ലോസായ മാസിനൊക്കെ എനർജി ഒക്കെ കണ്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പ്രൊഡ്യൂസ് ചെയ്തു. ആ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടാണ് എന്ത് ചെയ്തത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എല്ലാ ന്യൂക്ലിയോൺസിനെയും പ്രോട്ടോണേയും ന്യൂട്രോണൊക്കെ ഒരുമിച്ച് നിർത്തിയത്. ആ എനർജിനെയാണ് നമ്മൾ എന്താ അറിയണത്? ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് അറിയുന്നത്. ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി നമ്മൾ എങ്ങനെ കാണാം? ആകണേ E=mc² ബേസ് തന്നെ. ആരാ എം അറിയണത്? മാസ് ഡിഫക്റ്റ് ആയ മാസ് ഇൻറ്റു c². ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് ടേം ആണ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. എന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ന്യൂക്ലിയസ് ഉപയോഗിച്ച ടോട്ടൽ ബൈൻഡിങ് എനർജിയാണ് ഇത് എന്ന് അറിയണത് അല്ലേ. ഒരു ന്യൂക്ലിയോണിന്റെ മേലെ എത്ര ബൈൻഡിങ് എനർജി വരുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് പറയണത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 10 ആൾക്കാർ വന്നു കരുതുക. 10 ആൾക്കും ടോട്ടൽ എങ്ങാണ്ട് ഉപയോഗിച്ചത് ഒരു 90 ജൂള് എനർജി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മേലെ വരുന്ന ആവറേജ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് 90/10 9 ജൂള് കിട്ടും അല്ലെ. ഇതേപോലെ തന്നെ ഒരാളെ മേലെ എത്ര ബൈൻഡിങ് എനർജി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്താ അറിയണത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത്. ഒരു ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോട്ടോണും ആകാം ന്യൂട്രോണും ആകാം. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള മെമ്പറാണ് നമ്മൾ എന്ത് പറയണത്? ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെമ്പറിന്റെ മേലെ എത്ര ബൈൻഡിങ് എനർജി യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത്. അതെങ്ങനെ നമ്മൾ കാണാം? ടോട്ടൽ ബൈൻഡിങ് എനർജി എത്ര ഉണ്ടെന്ന് നോക്കുക. അതാണ് ടോട്ടൽ ബൈൻഡിങ് എനർജി. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? അങ്ങനെ ടോട്ടൽ മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ടോട്ടൽ മെമ്പറെ എണ്ണാണ് എന്ത് അറിയണത്? മാസ് നമ്പർ അറിയണത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഒരു ന്യൂക്ലിയോണിന്റെ മേലെ എത്ര എനർജി ഉണ്ട് എന്നില്ല കിട്ടും.
അതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ വരിക ഈക്വൽ ടു ടോട്ടൽ ബൈൻഡിങ് എനർജിനെ മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടും. ക്ലിയർ അല്ലേ? ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അല്ലേ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മെഷർ ചെയ്താലാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടിയാണ് പറ്റുകയെന്ന് അറിയോ? ആ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടിയാണ് പറ്റുക. ബൈൻഡിങ് എനർജി ടോട്ടൽ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി നോക്കിയാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പറ്റൂല? ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടിയാണ് പറ്റൂല. കാരണം ഒരു ന്യൂക്ലിയോണിന്റെ മേലെ ഒരു ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസിൽ ഒരു ന്യൂക്ലിയോണിന്റെ മേലെ യൂസ് ചെയ്യണത് 9 ജൂളും വേറൊരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയോണിന്റെ മേലെ യൂസ് ചെയ്യണത് 10 ജൂളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 ജൂള് യൂസ് ചെയ്ത ന്യൂക്ലിയസ് ആണ് എന്ത് അറിയണത്? കൂടുതൽ സ്റ്റേബിൾ എന്ന് അറിയണത്. കാരണം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയോണിന്റെ മേലെ എത്ര ബൈൻഡിങ് എനർജി വരുന്നുണ്ട് എന്നുള്ളതാ. ഒരു ന്യൂക്ലിയോണിന്റെ മേലെ എത്ര ബൈൻഡിങ് എനർജി വരുന്നുണ്ട്, അതായത് ഒരു പ്രോട്ടോണിന്റെ മേലെ അതല്ലെങ്കിൽ ഒരു ന്യൂട്രോണിന്റെ മേലെ എത്ര ബൈൻഡിങ് എനർജി വരുന്നുണ്ട്. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസ് കൂടുതൽ സ്റ്റേബിൾ ആണ് എന്നാണ് അർത്ഥം. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെങ്കിൽ ആ ന്യൂക്ലിയസ് കൂടുതൽ സ്റ്റേബിൾ ആണെന്ന് അർത്ഥം. അപ്പൊ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടിയാണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണെ നോക്കിയാൽ മതി. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണെ ബേസ് ചെയ്ത് കണ്ടാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ NCERT പറയുന്ന ഒരു ഗ്രാഫാണ് ഇത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും അതേപോലെ തന്നെ മാസ് നമ്പറും തമ്മിലുള്ള ഗ്രാഫ്. അപ്പൊ ഈ ആക്സിസിൽ എക്സ് ആക്സിസിൽ മാസ് നമ്പർ ഇങ്ങനെ കൊടുത്തിക്കണേ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ Y ആക്സിസിലും കൊടുത്തിക്കണേ. എന്നിട്ട് ഈ ഗ്രാഫ് വരച്ചതാ. അപ്പൊ ഹൈഡ്രജൻ ഇവിടുന്ന് തുടങ്ങി, പിന്നെ ഹീലിയം, ലിഥിയം എന്ന് പറഞ്ഞാണ്ട് ഓരോന്നിന്റെ ഇങ്ങനെ മാർക്ക് ചെയ്തങ്ങാണ്ട് പോയിക്കണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് അറിയണത് അങ്ങനെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ അറിയണത് വളരെ ചെറുതാണ്. അപ്പോൾ മാസ് നമ്പർ കുറവായപ്പോൾ അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും കുറവായിരുന്നു. പിന്നെ ഇവിടെ എന്ത് ചെയ്യണുണ്ട്? അങ്ങനെ ഇറഗുലർ ആയിങ്ങാണ്ട് വാരി ചെയ്യുന്നുണ്ട് ഈ ഒരു സൈഡിൽ. പിന്നെ അങ്ങനെ ബൈൻഡിങ് എനർജി മാസ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്ത് വരും, എന്നിട്ട് ഒരു മാക്സിമത്തിലെത്തും. പിന്നെ മാസ് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അങ്ങനെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഗ്രാഫ് അനലൈസ് ചെയ്യണത് ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മനസ്സിലാവണത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത് ഏകദേശം കോൺസ്റ്റന്റ് ആണ്, പാർഷ്യലി കോൺസ്റ്റന്റ് ആണ് ഫോർ 30 to 170. അറ്റോമിക് നമ്പർ 30 മുതൽ 170 വരെ ആണ് മാസ് നമ്പർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് ഇവിടുന്ന് തുടങ്ങിയാണ്ട് ഏകദേശം ഈ ഒരു റേഞ്ചിൽ എന്ന് പറയുന്നത് 170 വരെ എന്താണ് ഏകദേശം കോൺസ്റ്റന്റ് ആയിക്കൊണ്ടാണ് നിൽക്കുന്നത്. വലിയൊരു വേരിയേഷൻ ഒന്നുമില്ല, വേരിയേഷൻ ഉണ്ട് പക്ഷെ വലിയൊരു വേരിയേഷൻ ഒന്നുമില്ല, പാർഷ്യലി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയുന്നത് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയുന്നത് 8.75 ആണ്. 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. 8.75 മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയുന്നത്. അത് വരുന്നത് A=56 A=56 അറിയുന്നത് ഇതാക്കണ ഇവിടെയാണ് വരുന്നത്. അയേൺ ആണത്, അയേൺ ആണ് കേട്ടോ. A=56 അറിയണത്. അപ്പൊ അയണിന്റെ ന്യൂക്ലിയസ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിങ്ങാണ്ടുള്ള ന്യൂക്ലിയസ്. കാരണം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏറ്റവും കൂടുതൽ ഉള്ളത് അയണിനാണ്. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം എന്ന് പറയുന്നത് 8.75 ആണ്. അത് A=56 ആണ്, അയൺ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അയണിന്റെ ന്യൂക്ലിയസ് ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിങ്ങാണ്ടുള്ള ന്യൂക്ലിയസ് എന്നർത്ഥം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കുക, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത് അങ്ങനെ കുറവാണ്. ആർക്കൊക്കെ? A<30 അതേപോലെ തന്നെ A>170. അതായത് A<30 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അതേപോലെ തന്നെ A>170 നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും കുറവാണ്. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അങ്ങനെ മാസ് നമ്പർ <30 ആകുമ്പോഴും മാസ് നമ്പർ <170 ആകുമ്പോഴും കുറവാണ്.
ഇതിന്റെ ഇടയിലില്ലേ 30ന്റെയും മാസ് നമ്പർ 30ന്റെയും 170ന്റെയും ഇടയിലുള്ളതാണ് എന്തുള്ളത് അങ്ങനെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണ് കൂടുതലായിങ്ങാണ്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റേബിൾ ആയിങ്ങാണ്ടില്ല ന്യൂക്ലിയസ് ഉള്ളത് മാസ് നമ്പർ 30ന്റെയും 170ന്റെയും ഇടയിലാണ്. അപ്പൊ 30ന് താഴെയുള്ള ന്യൂക്ലിയസിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണ് കുറവാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കുറവാണെന്നാണ് അർത്ഥം ന്യൂക്ലിയസിന്. അങ്ങനെ എ ഗ്രേറ്റർ ദാൻ 170ക്കും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണ് കുറവാണ് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ 170 ഉള്ള ന്യൂക്ലിയസിന്റെയും സ്റ്റെബിലിറ്റി കുറവാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അതിൽ നിന്ന് വരുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷനും അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫിഷനും. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 2 ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുന്നതിനാണ് നമ്മൾ എന്താ അറിയണത് ന്യൂക്ലിയർ ഫിഷൻ എന്ന് അറിയണത്. ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 2 ചെറിയ ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറാം. ഇപ്പോൾ എ ഈക്വൽ ടു 240 ഒക്കെ അല്ലേ, അറ്റ് മാസ് നമ്പർ 240 ഒക്കെ അല്ലേ ന്യൂക്ലിയസ് എന്ത് ചെയ്യുമെന്ന് അറിയാം, സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് 2 എണ്ണം ആവും. അപ്പോൾ 120 ആയി. അതെന്തിനാ ആകണത്? അത് ആ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്ട. കാരണം എ ഈക്വൽ ടു 240 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഇതാക്കണം ഇവിടെ പറഞ്ഞു എ ഗ്രേറ്റർ ദാൻ 170 അറിയണീനൊക്കെ ബൈൻഡിങ് എനർജി കുറവാണ്. അപ്പോൾ 240 പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അപ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ ആ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യും, ന്യൂക്ലിയർ ഫിഷൻ നടക്കും. ആ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് 2 എണ്ണം ആയിങ്ങാണ്ട് മാറും 120. അപ്പൊ എന്ത് സംഭവിക്കും അറിയോ, ആകണേ 120 പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30ന്റെയും 170ന്റെയും ഇടയിലാണ്. അപ്പൊ അതിന് കൂടുതൽ ഒന്നും കൂടി എന്താണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണ്. അതായത് അത് ഒന്നുകൂടി സ്റ്റേബിൾ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഈ 240 മാറിയാണ്ട് 120 ആയിങ്ങാണ്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതൽ സ്റ്റേബിൾ ആയിങ്ങാണ്ടില്ല ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറും. അങ്ങനെ സ്റ്റെബിലിറ്റി, ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിങ്ങാണ്ടാണ് എന്ത് നടക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും നടക്കുന്നതും സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് 2 ലൈറ്റർ ന്യൂക്ലിയ ആയിങ്ങാണ്ട് മാറും. ഓക്കെ, ഞാൻ അടുത്ത നോക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് അറിയണത് എ ലെസ് ദാൻ 10 ഒക്കെ ആയിങ്ങാണ്ടില്ലത്, അതല്ലെങ്കിൽ എ ലെസ് ദാൻ 30 ഒക്കെ ആയിങ്ങാണ്ടില്ലാണ് എന്ത് നടക്കുക, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈറ്റർ ന്യൂക്ലിയകൾ ആകണേ കൂടി ചേർന്നുകാണ്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുന്നതിനാണ് എന്താ അറിയണത്, ആകണേ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത് കുറവാണ്. ഹീലിയത്തിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് അറിയണത് കൂടുതലാണ്. അപ്പൊ 2 ഹൈഡ്രജന്റെ ആക്കണ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി കുറവാണ്. ഹീലിയത്തിന്റെ ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയാണ് കൂടുതലുള്ളത്. അപ്പൊ 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കൂടി ചേർന്നുകാണ്ട് എന്താകാം, ഒരു ഹീലിയം ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറാം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ഹൈഡ്രജൻ ന്യൂക്ലിയസിനെക്കാട്ടിലും കൂടുതൽ സ്റ്റേബിൾ ആണ് ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 ലൈറ്റർ ന്യൂക്ലിയകൾ കൂടി ചേർന്നുകാണ്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ആണ് ഇനിയാണ് നമ്മൾ എന്താ പറയുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് അറിയണത്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നതും ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയണതും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അങ്ങനെ ബൈൻഡിങ് എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട് ഒരു ചെറിയ വോളിയത്തിൻ്റെ ഉള്ളിൽ. ആ ബൈൻഡിങ് എനർജി യൂസ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയോൺസിനെ ഒരുമിച്ച് നിർത്തുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ഉപയോഗിച്ച് കണ്ടാണ്. ന്യൂക്ലിയർ ഫോഴ്സ് അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിലെ പ്രോട്ടോണും തമ്മിൽ, അതല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ, അല്ലെങ്കിൽ ന്യൂട്രോണും തമ്മിൽ എന്തുണ്ട്, അങ്ങനെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ബൈൻഡിങ് എനർജിയും യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അതിനെ നിർത്താൻ വേണ്ടിയാണ് പറ്റുന്നത്. ആ ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റിയാണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ,
ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റത്തെ അറിയണത് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് അറിയണത് ഇലക്ട്രിക് ഫോഴ്സിനെക്കാട്ടിലും അതല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിലും ഒക്കെ സ്ട്രോങ് ആയിക്കാണ്ടുള്ള ഫോഴ്സാണ് എന്ത് അറിയണത് ന്യൂക്ലിയർ ഫോഴ്സ് അറിയണത്. ഏറ്റവും സ്ട്രോങ് ആയിക്കാണ്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും വീക്ക് ഫോഴ്സ് അറിയണത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സിനെക്കാട്ടിലും അതേപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടിലും കൂടുതൽ സ്ട്രോങ് ആയിക്കാണ്ടുള്ള ഒരു ഫോഴ്സാണ് എന്ത് അറിയണത് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് പറയുന്നത് ഒരു ഗ്രാഫാണ്. അതായത് ന്യൂക്ലിയസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ തന്നെ അതിൻ്റെ രണ്ട് ന്യൂക്ലിയോൺസ് പ്രോട്ടോണും തമ്മിൽ അതല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ആകണ ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫാണ് ഇവിടെ പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയും അതേപോലെ തന്നെ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇതിൽ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആയിക്കാണ്ടുള്ളത് ഈ R0 എന്ന് പറയുന്ന പോയിന്റിലാണ്. പൊട്ടൻഷ്യൽ എനർജിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം ആയിക്കാണ്ടുള്ളത്, അതും നെഗറ്റീവിലാണ്. ഇവിടെ -100 പിന്നെ 0 പിന്നെ 100 ആണ് കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം പൊട്ടൻഷ്യൽ എനർജി വരുന്നത് R0 ഏറ്റവും മിനിമം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന സമയത്താണ് ആ സിസ്റ്റം ഏറ്റവും സ്റ്റേബിൾ ആകുന്നത്. അതായത് പ്രോട്ടോണും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയിക്കാണ്ട് നിൽക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് falls rapidly to 0 as their distance is more than a few femtometer. അതായത് ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായത് പ്രോട്ടോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രോട്ടോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഒരു പർട്ടിക്കുലർ ഫെംറ്റോമീറ്ററിനെക്കാട്ടിലും കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എങ്ങോട്ട് പോകും, 0ക്ക് പോകും എന്നാണ് പറയുന്നത്. ഫോഴ്സ് 0ക്ക് പോകും. രണ്ടാമത്തത് പറയണത് പൊട്ടൻഷ്യൽ എനർജി മിനിമം അറ്റ് R0 = 0.8 ഫെംറ്റോമീറ്റർ. ഈ R0 എന്ന് പറയുന്നത് R0ന്റെ വാല്യൂ ആണ് എന്ത് അറിയണത് 0.8 ഫെംറ്റോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ഉള്ളത് 0.8 ഫെംറ്റോമീറ്ററിലാണ്. ഓക്കെ, രണ്ടാമത്തെ പറയണത് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ഫോർ ഡിസ്റ്റൻസ് മോർ ദാൻ 0.8 ഫെംറ്റോമീറ്റർ. 0.8 ഫെംറ്റോമീറ്ററിന്റെ മേലേക്ക് ഉള്ള ഡിസ്റ്റൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് അറിയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഇവിടെ. കാരണം അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഫോഴ്സിന്റെ നാച്ചർ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കും. 0.8ന്റെ താഴെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.8 ഫെംറ്റോമീറ്ററിന്റെ താഴെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അതാണ് രണ്ടാമത്തിൽ പറയുന്നത്. റിപ്പൾസീവ് ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ലെസ് ദാൻ 0.8 ഫെംറ്റോമീറ്റർ. 0.8 ഫെംറ്റോമീറ്ററിന്റെ താഴെയാണ് ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയണത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. 0.8ന്റെ മേലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. 0.8ലാണ് എന്തുള്ളത് മിനിമം പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. അതായത് ഏറ്റവും സ്റ്റേബിൾ ആയിക്കാണ്ടില്ല ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സ് വരുന്നത് 0.8 ഫെംറ്റോമീറ്ററിലാണ്. മൂന്നാമത്തേത് പറയണത് ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ഓർ പ്രോട്ടോൺ ടു പ്രോട്ടോൺ ഈസ് അപ്രോക്സിമേറ്റ്ലി സെയിം. അതായത് ന്യൂട്രോണും തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, പ്രോട്ടോണും തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലും ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ഈ ന്യൂക്ലിയർ ഫോഴ്സ് ഒക്കെ അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. അതേപോലെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണില്ല, അതിന്റെ ഇലക്ട്രിക് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അതാണ് ലാസ്റ്റ് പറയുന്നത് വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന് എന്ത് ചെയ്യണില്ല, ഡിപ്പെൻഡ് ചെയ്യണില്ല. അതായത് പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോൺ എന്തുണ്ട്, ഒരു ചാർജും ഇല്ല. അപ്പോൾ എന്നിട്ടും ഇത് തമ്മിൽ എന്തുണ്ട്, ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അതേപോലെ ന്യൂട്രോണും തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. അതായത് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണില്ല, അതിന്റെ ഇലക്ട്രിക് ചാർജിനൊന്നും ഡിപ്പെൻഡ് ചെയ്യണില്ല. ഇലക്ട്രിക് ഫോഴ്സിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഫോഴ്സാണ് എന്ത് അറിയണത്, ന്യൂക്ലിയർ ഫോഴ്സ് അറിയണത്. അതായത് ഇലക്ട്രിക് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അപ്പൊ ന്യൂട്രോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും
പ്രോട്ടോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സും ഒക്കെ അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. ഇതാണ് നമുക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് റേഡിയോ ആക്ടിവിറ്റി. ന്യൂക്ലിയസിൻ്റെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി കണ്ടാണ് ഫിനോമിന. എന്താ റേഡിയോ ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണ് ലോവർ ഓർബിറ്റിക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനർജി റേഡിയേഷൻസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യും. അത് അതിന് ലോവർ ഓർബിറ്റിക്ക് വരാൻ വേണ്ടിയാണ് പറ്റും അല്ലേ? ഇതേപോലെ തന്നെ ഇത് ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ജമ്പ് ചെയ്യണ സമയത്താണ് അത് റേഡിയേഷന് എന്ത് ചെയ്യണത്, എമിറ്റ് ചെയ്യണത്. ഇതേപോലെ ന്യൂക്ലിയസും എന്ത് ചെയ്യണുണ്ട് എന്നറിയോ, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണുണ്ട്. ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യണ റേഡിയേഷനെയാണ് നമ്മൾ എന്ത് അറിയണത്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് പർട്ടിക്കുലർ ഓരോ റേഡിയേഷൻസും എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പ്രോസസ്സിനും വേണ്ടിയാണ്ട, അതിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ന്യൂക്ലിയസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയണത്, റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത് ഹെൻറി ബെക്കറലാണ്. ഹെൻറി ബെക്കറൽ ചെറിയ ക്ലാസ്സിൽ എവിടെ പഠിക്കുന്നുണ്ട്, 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ എവിടെ പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിലായിട്ട് ഹെൻറി റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത് ഹെൻറി ബെക്കറലാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യണ റേഡിയേഷൻസ് 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തത് ആൽഫ റേഡിയേഷൻസ്. ആൽഫ റേഡിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിന് ഇക്വലൻ്റാണ്. ഹീലിയം ന്യൂക്ലിയസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 2 പ്രോട്ടോണും ഉണ്ടാവും, 2 ന്യൂട്രോണും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4. അങ്ങനെയുള്ള റേഡിയേഷൻസ്, ആൽഫ റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസുകൾ എമിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ന്യൂക്ലിയസും എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നില്ല, അല്ല, ചില ന്യൂക്ലിയസുകൾ അങ്ങനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ബീറ്റ ഡി കെ. ഇത് നമ്മൾ ആൽഫ ഡി കെ എന്ന് പറയും. രണ്ടാമത്തത് ബീറ്റ ഡി കെ. ബീറ്റ ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസ്, അതല്ലെങ്കിൽ പൊസിട്രോൺസ്. ഇലക്ട്രോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഇലക്ട്രോൺ തന്നെ. പൊസിട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസും അതേപോലെ തന്നെ പ്രോട്ടോണിന്റെ ചാർജും ഇല്ല പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊസിട്രോൺ എന്ന് പറയുന്നത്. പൊസിട്രോൺ. ഈ 2 റേഡിയേഷൻസ് ആണ് ബീറ്റ ഡി കെയിൽ വരുന്നത്. ബീറ്റ ഡി കെയിൽ ഒന്നെങ്കിൽ ഇലക്ട്രോൺ, അതല്ലെങ്കിൽ പൊസിട്രോൺ ആണ് എമിറ്റ് ചെയ്യുന്നത്. പൊസിട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസും അതേപോലെ തന്നെ അങ്ങനെ പ്രോട്ടോണിന്റെ ചാർജും ഇല്ലതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊസിട്രോൺ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഗാമ ഡി കെ. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എനർജി റേഡിയേഷൻ ആണ്. ഹൈ എനർജി റേഡിയേഷൻ. ഈ 3 ടൈപ്പ് റേഡിയേഷൻസ് ആണ് ന്യൂക്ലിയസ് എന്ത് ചെയ്യണത്, എമിറ്റ് ചെയ്യണത്. ഈ 3 ടൈപ്പ് റേഡിയേഷൻസ്: ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ. ആൽഫ ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹീലിയം ന്യൂക്ലിയസ് ആണ് എന്ത് ചെയ്യണത്, ഹീലിയം ന്യൂക്ലിയസിനെ ആണ് എന്ത് ചെയ്യണത്, എമിറ്റ് ചെയ്യണത്. ബീറ്റ ഡി കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ, അതല്ലെങ്കിൽ പൊസിട്രോൺ. ഗാമ ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എനർജി റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യണത്. അപ്പം ഇങ്ങനെ ഓരോ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുമ്പോൾ ആ ന്യൂക്ലിയസിനും അതിൻ്റെതായ ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് ഡി കെ, ന്യൂക്ലിയസിന് സംഭവിക്കുന്ന ഡി കെ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഓരോന്നിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമുക്ക് റേഡിയോ ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക്കലി നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി നോക്കാം. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി പറയണത് ദ റേറ്റ് ഓഫ് ഡി കെ. ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ്
റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു ന്യൂക്ലിയസ് എങ്ങാണ്ടാണ് മാറുന്നത്. ഇപ്പൊ യുറേനിയം ഇല്ല ഇതിന്റെ ഒരു ന്യൂക്ലിയസ് ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് യുറേനിയം ആവൂല. കാരണം അതിന്റെ ന്യൂക്ലിയസിൽ എന്ത് സംഭവിച്ചിരിക്കണേ, മാറ്റം സംഭവിച്ചിരിക്കണേ. അപ്പൊ ആ റേഡിയേഷന് എമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ന്യൂക്ലിയസ് വേറെ ന്യൂക്ലിയസ് എങ്ങാണ്ടാണ് മാറുന്നത്. യുറേനിയം എന്നുള്ളത് വേറെ ന്യൂക്ലിയസ് എങ്ങാണ്ട് മാറും. അപ്പൊ ഡീക്ക് സംഭവിച്ചാൽ പിന്നെ അത് യുറേനിയം ആണെന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ അത് യുറേനിയം തന്നെ ആയിരിക്കും ചെയ്യും. അത് ഏത് റേഡിയേഷൻ ആണ് എമിറ്റ് ചെയ്യണത് എന്നുള്ളതിനനുസരിച്ച് കണ്ടിരിക്കും. ഓക്കെ, ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി പറയണത് ദ റേറ്റ് ഓഫ് ഡീകെ ഓർ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചു. ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ട് പുതിയ ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറുക. അതിനാണ് നമ്മൾ ഡിസിൻറ്റഗ്രേഷൻ അതല്ലെങ്കിൽ ഡീകെ എന്നൊക്കെ പറയുന്നത്. റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് പുതിയത് ആയിങ്ങാണ്ട് മാറി. അങ്ങനെ ഒരു സെക്കൻഡിൽ ആകണ എത്ര ന്യൂക്ലിയസ് പുതിയ ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറി, റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് പുതിയ ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു, അതിനാണ് റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഡീകെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയസ് പ്രസന്റ് ഇൻ ഇറ്റ്. അതിൽ എത്ര ന്യൂക്ലിയസ് ബാക്കിയുണ്ടെന്ന്. അതായത് ഇപ്പോൾ ടോട്ടല് 100 ന്യൂക്ലിയസുകൾ ഉണ്ടെന്ന് കരുതുക. ആ 100 ന്യൂക്ലിയസ് ആകണേ ഡിസിൻറ്റഗ്രേഷൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത് ഞാൻ 6 കൊടുത്തു. 6 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 100 ആണ്. 100 ന്യൂക്ലിയസ് ആണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 ന്യൂക്ലിയസിന് പ്രൊപ്പോർഷണലാണ് അതിൻ്റെ റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത്. ഇനി വേറൊരു സമയത്ത് ഞാൻ 1000 എണ്ണം ന്യൂക്ലിയസ് എടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത് 1000 എണ്ണത്തിന് പ്രൊപ്പോർഷണലാണ് റേറ്റ് ഓഫ് ഡീകെ. അതായത് ഒരു സെക്കൻഡിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണ ന്യൂക്ലിയസിൻ്റെ എണ്ണം എന്ന് അറിയണത് ഇവിടെ കൂടുതലായിരിക്കും. കാരണം പ്രസന്റ് എങ്ങാണ്ടില്ല ന്യൂക്ലിയസിൻ്റെ എണ്ണം എന്ന് അറിയണത് എന്താണ്, ഇവിടെ കൂടുതലാണ്. ഇവിടെ 1000 എണ്ണം, ഇവിടെ 100 എണ്ണം ഉള്ളൂ. ഇവിടെ 1000 എണ്ണം ഉണ്ടാവുമ്പോൾ അതിൽ ആക്കണേ ഡീകെ നടക്കണ ഒരു സെക്കൻഡിൽ ഡീകെ നടക്കണ ന്യൂക്ലിയസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതാണ് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി പറയണത്. എന്ത്, റേറ്റ് ഓഫ് ഡീകെ ഓർ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയെ പ്രസന്റ് ഇൻ ഇറ്റ്. എത്ര എണ്ണം പ്രസന്റ് ആയിങ്ങാണ്ടുണ്ടോ ആ എണ്ണത്തിന് പ്രൊപ്പോർഷണലാണ് റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 1000 എണ്ണം എടുത്തു എന്ന് കരുതുക. അപ്പൊ തുടക്കത്തിൽ 1000 എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ കുറെ എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി കുറെ സമയം കഴിഞ്ഞപ്പോൾ 600 എണ്ണേ ബാക്കിയുള്ളൂ. ബാക്കി 400 എണ്ണം എന്ത് ചെയ്തിക്കണേ, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പുതിയ ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറിയിരിക്കണേ. അങ്ങനെ പുതിയ ന്യൂക്ലിയസ് ആയിങ്ങാണ്ട് മാറിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് 600 എണ്ണേ ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത് 600 എണ്ണത്തിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ സമയം ഇങ്ങനെ പോകും തോറും റേറ്റ് ഓഫ് ഡീകെ എന്ന് പറയുന്നത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഓരോന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പുതിയതായിങ്ങാണ്ട് മാറുമ്പോൾ പ്രസന്റ് ആയിങ്ങാണ്ടില്ല ന്യൂക്ലിയസിന്റെ എണ്ണം എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ N0 എന്നറിയണ നമ്പർ ഓഫ് ന്യൂക്ലിയ ഉണ്ടെന്ന് എഴുതുക. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയെ ഇനീഷ്യൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയ, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയനെ നമ്മൾ N0 എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് N അറിയണത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയെ പ്രസന്റ് ആ സമയത്ത് പർട്ടിക്കുലർ സമയത്ത് എത്ര ന്യൂക്ലിയ പ്രസന്റ് ആയിങ്ങാണ്ടുണ്ടോ
അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, n എന്ന് പറയണത്. ഓക്കെ, ദെൻ ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ന്യൂക്ലിയർ. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകണേ എത്ര എണ്ണം, തുടക്കത്തിൽ ഇപ്പൊ ഇത്ര എണ്ണം ഉണ്ടായിരുന്നു, N0 എണ്ണം ഉണ്ടായിരുന്നു. എന്നെ അറിയണത് ഇപ്പൊ എത്ര ന്യൂക്ലിയസ് പ്രസന്റ് ആയി കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഡി എന്നെ അറിയണ ഈ രണ്ടെണ്ണത്തിന്റെയും ചേഞ്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കിട്ടുക, എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്നില്ല കിട്ടും. നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റഡ് ഇൻ ഡി ടി ടൈം. ഡി ടി എന്ന് അറിയണ ടൈമിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ദെൻ റേറ്റ് ഓഫ് ഡീകെ, റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു ഡി എൻ ബൈ ഡി ടി. ഓക്കെ, ആർ ഈക്വൽ ടു ഡി എൻ ബൈ ഡി ടി. ഇതിനെയാണ് നമ്മൾ എന്താ അറിയണത്, അങ്ങനെ റേറ്റ് ഓഫ് ഡി കെ എന്ന് അറിയണത്. അതായത് ഒരു സെക്കൻഡിൽ, ഇത് ഡി ടി എന്ന് അറിയുന്ന ടൈമിൽ, അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ഡി എൻ എന്ന് അറിയണത് അങ്ങനെ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റഡ് ആണ്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസന്റ് ഇൻ ഇറ്റ് എന്നാണ് പറയുന്നത്. ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി പറയുന്നത് റേറ്റ് ഓഫ് ഡി കെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസന്റ് ഇൻ ഇറ്റ്. ഇതിനൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റും പാടെ കൊടുത്താൽ ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു എൻ കിട്ടും. ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു എൻ. ഈ നെഗറ്റീവ് കൊടുക്കാനുള്ള കാരണം എന്ന് അറിയണത്, ഞാൻ നേരത്തെ പറഞ്ഞു, ടൈം പോകും തോറും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആകണേ നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസന്റ് ആയിക്കാണ്ടില്ല, ഇതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ടാണ് എന്ത് കൊടുത്തിരിക്കണത്, ഈ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കണത്. ഓക്കെ, ഈ ലാംഡ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആ ലാംഡ നമ്മൾ പറയുന്ന പേര് ഡി കെ കോൺസ്റ്റന്റ്, ഡി കെ കോൺസ്റ്റന്റ് ഓർ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്നറിയും. ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്, ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഈ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസിനെയാണ് എന്ത് ചെയ്തിരിക്കണത്, ഡിപ്പെൻഡ് ചെയ്ത് കണ്ടിരിക്കണത്. ഇപ്പോൾ യുറേനിയം ആണ സമയത്ത് അതിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് അറിയണത് വേറെ ആയിരിക്കും, തോറിയ ആണ സമയത്ത് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് അറിയണത് വേറെ ആയിരിക്കും. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് അറിയണത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് നാച്ചർ ഓഫ് ദ ന്യൂക്ലിയനെയാണ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യണത്. ഇതാണ് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി പറയണത്. ക്ലിയർ അല്ലേ? അപ്പോൾ ബോർഡ് മേലെ സാധനങ്ങളൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഇപ്പോൾ റേറ്റ് ഓഫ് ഡി കെ കാണാൻ വേണ്ടിയാണ്ട് നമുക്ക് ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു എൻ അറിയണ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. റേറ്റ് ഓഫ് ഡി കെ കാണാൻ വേണ്ടിയാണ്. ഇതിൽ നമുക്ക് എത്ര ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു, അതേപോലെ തന്നെ എത്ര എണ്ണം ബാക്കിയുണ്ട് എന്നിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്ട് പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ എത്ര എണ്ണം ബാക്കിയുണ്ട് എന്നില്ലാണ് നോക്കുന്നത് കേട്ടോ. ദെൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഡി എൻ ഡിവൈഡഡ് ബൈ എൻ ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ഡി ടി എന്നാക്കി. ഈ എന്നിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഡി ടിനെ അപ്പുറത്ത് കൊണ്ടുപോയി. ഓക്കെ, ഈ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് അറിയണത് N0 മുതൽ N വരെ. തുടക്കത്തിൽ ഉണ്ടായിരുന്ന നമ്പർ ഓഫ് ന്യൂക്ലിയസ് അറിയണത് N0 ആണ്. ഇപ്പോൾ പ്രസൻ്റ് ആയിക്കാണ്ടുള്ളത് N ആണ്. ഇവിടെ ടൈമാണ് വേരിയബിൾ. അപ്പോൾ ടൈമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to T. ഓക്കെ, ദെൻ ഡി എൻ ബൈ എന്നിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലോഗ് N കിട്ടും. ഫ്രം N0 to N ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ഡി ടി. ഡി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി എൻ ആണ് കിട്ടുക. ഫ്രം 0 to T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എൻ ആണ്. ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദെൻ എൽ എൻ എൻ മൈനസ് ലോഗ് N0 ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതിനെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്നതിന് പകരം ഈ N0നെ ഡിവൈഡഡ് ബൈ എന്നാക്കിയാണ് മാറ്റിയാൽ മതി. N ഡിവൈഡഡ് ബൈ N0 ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടി. ഓക്കെ, ഇത് രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുക. ദെൻ ഈ സൈഡിൽ എടുത്താൽ N ഡിവൈഡഡ് ബൈ N0 ആയിങ്ങോട്ട് മാറും. ഇസ് ഈക്വൽ ടു ഇ റീസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി.
ഈ n0 അപ്പുറത്ത് കൊണ്ടുപോയാൽ n ഈക്വൽ ടു n0 e റീസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി എന്ന് കിട്ടും. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂക്ലിയെ പ്രസൻറ്റ്, എത്ര ന്യൂക്ലിയസ് ടി എന്ന് അറിയുന്ന ടൈം ആകുമ്പോൾ പ്രസന്റ് ആയിക്കാണ്ട് ഉണ്ട് എന്നുള്ളതാണ് n കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ന്യൂക്ലിയസ് പ്രസന്റ് ആയിക്കാണ്ട് ഉണ്ട് എന്നുള്ളത് കിട്ടി. ഇനി എത്ര ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളത് കാണണം. ഇതിന് നമുക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയെ പ്രസന്റ് അറ്റ് ടി എന്ന് അറിയുന്ന ടൈമിൽ എത്ര പ്രസന്റ് ആയിക്കാണ്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ ഓഫ് ന്യൂക്ലിയെ, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയെ ഡിസിൻറ്റഗ്രേറ്റഡ് എത്ര ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്നില്ലാണ് അടുത്ത് പറയുന്നത് കേട്ടോ. അതിന് ആദ്യം ഉണ്ടായിരുന്നത് n0 എന്നറിയണ നമ്പർ ഓഫ് ന്യൂക്ലിയാണ്. ഇപ്പൊ പ്രസന്റ് ആയിക്കാണ്ടുള്ളത് n ആണ്. ദെൻ ആകണേ n0 മൈനസ് n ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എത്ര ന്യൂക്ലിയസ് ടോട്ടലി ഇൻ ടി ടൈമിൻ്റെ ഉള്ളിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്നില്ല കിട്ടും. ദെൻ n0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n0 e റീസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി, ദെൻ ഈക്വൽ ടു n0 ഇൻറ്റു 1 മൈനസ് e റീസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി നമ്പർ ഓഫ് ന്യൂക്ലിയെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത ടി എന്ന് അറിയുന്ന ടൈമിൻ്റെ ഉള്ളിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈക്വൽ ടു n0 ഇൻറ്റു 1 മൈനസ് e റീസ് ടു മൈനസ് ലാംഡ ടി. അപ്പോൾ നമുക്ക് ടി എന്നുള്ള ടൈമിൻ്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയെ പ്രസന്റ് ആയിക്കാണ്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ആകണേ ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റീൻ്റെ ബേസിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറ്റും. ഓക്കെ, ദെൻ ഇതിന് നമുക്ക് റേറ്റ് ഓഫ് ഡീക്കൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് പറ്റും. ആർ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dn/dt ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു n ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് n0 e റീസ് ടു മൈനസ് ലാംഡ ടി, റേറ്റ് ഓഫ് ഡീക്കൻ എന്ന് പറയുന്നത്. അതായത് dn/dt ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ n0 e റീസ് ടു മൈനസ് ലാംഡ ടി, റേറ്റ് ഓഫ് ഡീക്കെ. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയെ പ്രസന്റ് ആയിക്കാണ്ടില്ല ഡിറൈവ് ചെയ്യുക, അതേപോലെ തന്നെ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതും ഡിറൈവ് ചെയ്യുക. റേറ്റ് ഓഫ് ഡീക്കൻ്റെ യൂണിറ്റ് ആണ് ബെക്വറൽ. SI യൂണിറ്റ് ബെക്വറൽ ആണ്. റേറ്റ് ഓഫ് ഡീക്കൻ്റെ SI യൂണിറ്റ് 1 ബെക്വറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ്. ഒരു ന്യൂക്ലിയസ് ഒരു സെക്കൻഡിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് എന്ത് പറയുന്നത്, 1 ബെക്വറൽ എന്ന് പറയുന്നത്. ബെക്വറലാണ് ഡിസിൻറ്റഗ്രേഷൻ്റെ റേഡിയോ ആക്ടിവിറ്റീൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഹെൻറി ബെക്വറലിൻ്റെ പേരിൽ ബെക്വറൽ എന്നുള്ള യൂണിറ്റ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ യൂസ് ചെയ്യണ അടുത്ത യൂണിറ്റ് ആണ് ക്യൂരി. മേരി ക്യൂരി എൻ്റെ പേരിൽ നിന്നാണ് ക്യൂരി എന്ന് പറയുന്നത് വരുന്നത്. മേരി ക്യൂരിയും റേഡിയോ ആക്ടിവിറ്റിനെ പറ്റിയാണ്ട് പഠിച്ച വേറൊരു സയൻറ്റിസ്റ്റാണ്. 1 ക്യൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.7 ഇൻറ്റു 10⁻10 ബെക്വറലാണ്. 3.7 ഇൻറ്റു 10⁻10 ബെക്വറൽ 1 ക്യൂരി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹാഫ് ലൈഫ് ആണ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടല് എത്ര ന്യൂക്ലിയസ് ഉണ്ടോ ആ ന്യൂക്ലിയസ് അതിൻ്റെ ഹാഫ് ആകാൻ വേണ്ടി എടുക്കണ സമയത്തിനെയാണ് നമ്മൾ എന്ത് അറിയണത്, ഹാഫ് ലൈഫ് എന്ന് അറിയണത്. അതായത് ഇനീഷ്യലി ഒരു 100 ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 100 ന്യൂക്ലിയസ് 50 ന്യൂക്ലിയസ് ആകാൻ വേണ്ടി എത്ര സമയം എടുക്കും? ബാക്കി 100 ന്യൂക്ലിയസ് 50 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു, ബാക്കി 50 എണ്ണം ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഇല്ലത് എത്രയാണോ അത് അതിൻ്റെ പകുതിയാകാൻ വേണ്ടിയാണ്ട് എടുക്കുന്ന സമയത്തിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്നത് n0, അത് n0 ഡിവൈഡഡ് ബൈ 2 ആകാൻ വേണ്ടിയാണ്ട് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹാഫ് ലൈഫ് കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ,
ln n divided by n0 is equal to ln n divided by n0 is equal to minus lambda into t എന്ന് അറിയണ ഇക്വേഷൻ എടുത്തു. അപ്പൊ n എന്തായി കണ്ട് മാറിയിരിക്കണ് അങ്ങനെ n അറിയണത് ഈക്വൽ ടു n അറിയണത് n0 ഡിവൈഡഡ് ബൈ 2 ആയിക്കണ് അതിൽ കൊടുക്കാം. then ln n0 divided by 2 divided by n0 is equal to minus lambda into t half. ഹാഫ് ലൈഫിന് നമ്മൾ ടി ഹാഫ് എന്ന് വെച്ച് കണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ n0 പാടെ ക്യാൻസൽ ചെയ്തു. ln 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടി ഹാഫ്. ഇത് നമ്മൾ ഒന്നുകൂടി മാറ്റിയാണ്ട് എഴുതി ln 1 മൈനസ് ln 2 ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ടി ഹാഫ്. ലോഗ് 1 എന്ന് അറിയണത് 0 ആണ്. അപ്പോൾ 0 അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുക മൈനസ് ലോഗ് 2 ആണ്. ഈ മൈനസും മൈനസും പാടെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗ് 2 സീക്വൽ ടു ലാംഡ ഇൻറ്റു ടി ഹാഫ് എന്ന് കിട്ടും. ദെൻ ടി ഹാഫ് സീക്വൽ ടു ലോഗ് 2 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ. ദെൻ ടി ഹാഫ് സീക്വൽ ടു ലോഗ് 2ന്റെ വാല്യൂ അറിയണത് 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. അതാണ് നമുക്ക് ഹാഫ് ലൈഫ് കാണാനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാഫ് ലൈഫും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ? അതാണ് ഡി കെ കോൺസ്റ്റന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. അതായത് ന്യൂക്ലിയസിന്റെ നാച്ചുറിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യണത്? ഹാഫ് ലൈഫും ഡിപ്പെൻഡ് ചെയ്യണത്. ഈ ഹാഫ് ലൈഫ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പറ്റുകയെന്നറിയോ? ഓരോ മെറ്റീരിയലിൻ്റെ അതായത് എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയാണ്ട് ഈ ഹാഫ് ലൈഫിൻ്റെ ബേസിക് കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓരോ വസ്തുക്കൾക്കും എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണത്? കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n0 എന്ന് അറിയണ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ്, ഇനീഷ്യൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ് n0 ഡിവൈഡഡ് ബൈ 2 ആകാൻ എടുക്കണ സമയത്തിനാണ് നമ്മൾ എന്ത് പറയണത്? അങ്ങനെ ഹാഫ് ലൈഫ് എന്ന് പറയണത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയണത് 0.693 ഡിവൈഡഡ് ബൈ ലാംഡ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ആവറേജ് ലൈഫ് ഓർ മീൻ ലൈഫ്. ഒരു ന്യൂക്ലിയസ് അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി കാരണം അതിന് ഏകദേശം എത്ര ആവറേജ് ലൈഫ് ഉണ്ട് എന്നുള്ളതാണ്. ആവറേജ് ലൈഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണ അറിയണത് ടോട്ടൽ ഇപ്പം 100 ന്യൂക്ലിയസ് ഉണ്ടെന്ന് എഴുതുക. 100 ന്യൂക്ലിയസും പാടെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടോട്ടൽ ടൈം ഉണ്ടാവും. ഓരോന്നിൻ്റെ ടൈമും കൂടിയും ആഡ് ചെയ്തുകൊണ്ട് കിട്ടിയ ഒരു ടോട്ടൽ ഉണ്ടാവും. അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടണ എന്താണോ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആവറേജ് ലൈഫ് എന്ന് അറിയണത്. 100 ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെ ലൈഫും ആഡ് ചെയ്ത് കിട്ടിയതിൻ്റെ ആവറേജ് എടുക്കണതിനെയാണ് നമ്മൾ എന്താ പറയണത്? ആവറേജ് ലൈഫ് ഓർ മീൻ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മീൻ ലൈഫ് കാണുന്നത് നോക്കുക. നമുക്കറിയാം റേറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൻ എഴുതിയാൽ മതി അല്ലേ? പ്രസൻ്റ് ആയിക്കാണ്ടില്ലാതെ എത്രയാണോ അതിന് പ്രൊപ്പോർഷണലാണ് dn/dt. ഓക്കെ, ദെൻ നമുക്ക് ആ dt എന്ന് അറിയുന്ന ടൈം കൊണ്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതിൻ്റെ എണ്ണം dn ഈക്വൽ ടു ലാംഡ n ഇൻറ്റു dt എന്ന് കിട്ടും. dt എന്ന് അറിയുന്ന ടൈം കൊണ്ട് എത്ര എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ഇതിനൊന്നും കൂടി മാറ്റിയാണ്ട് എഴുതിയ dn ഈക്വൽ ടു ലാംഡ ഇൻറ്റു n പറഞ്ഞു കഴിഞ്ഞാൽ n0 e⁻ ലാംഡ ടി dt. ഇത്ര എണ്ണാണ് dt എന്ന് അറിയുന്ന ടൈം കൊണ്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ടി എന്ന് അറിയുന്ന ടൈം എന്ത് ചെയ്യുന്നുണ്ടാവും? അതിന് ലൈഫ് ഉണ്ടാവും. ടി അറിയുന്ന ടൈം അതിന് ലൈഫ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ dnൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടോട്ടൽ ലൈഫ് അറിയണത് ഈ dnനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. dnനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ dnന് ടോട്ടൽ എത്ര ലൈഫ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കിട്ടുക. ദെൻ ലാംഡ n0 ടി ഇൻറ്റു e⁻ ലാംഡ ടി dt എന്ന് കിട്ടും. ഇവിടെയും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ
ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആകണേ ടോട്ടൽ ഓരോന്നിനും എത്ര ലൈഫ് ഉണ്ട് എന്നില്ല കിട്ടും. മീൻ ലൈഫ് നമ്മൾ കാണുക. മീൻ ലൈഫിനെ നമ്മൾ ടോ വെച്ച് കണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ടോസ് ഈക്വൽ ടു സം ഓഫ് ലൈഫ്സ് ഓഫ് ഈച്ച് ന്യൂക്ലിയർ. ഓരോ ന്യൂക്ലിയസിൻ്റെ ലൈഫിൻ്റെയും സം എടുത്ത് അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീൻ ലൈഫ് അതല്ലെങ്കിൽ ആവറേജ് ലൈഫ് കിട്ടും. മീൻ ലൈഫ് കിട്ടും. ദെൻ മീൻ ലൈഫ് ഇസ് ഈക്വൽ ടു സം ഓഫ് ലൈഫ്സ് ഓഫ് ഈച്ച് ന്യൂക്ലിയ എന്ന് പറയുന്നത് അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തത് ഇത്രയും ടൈമാണ്, DNA ഉള്ളത് ഇത്രയും ടൈമാണ് ലൈഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ കാണാൻ വേണ്ടിയാണ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ ഇതുവരെ? 0 to infinity lambda n0 t e raised to minus lambda t dt ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയ എന്ന് പറയുന്നത് n0. അപ്പോൾ ഇവിടെ അല്ലേ n0യും പാടെ ക്യാൻസലായി. ദെൻ ടോസ് ഈക്വൽ ടു ലാംഡ ടി ഇൻറ്റു ഇ റീസ് ടു മൈനസ് ലാംഡ ടി ഡിറ്റിനെ 0 to ലാംഡ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? 1 ലാംഡ എന്ന് കിട്ടും. ടോസ് ഈക്വൽ ടു 1 ലാംഡ. ഇപ്പം മീൻ ലൈഫ് കാണാനുള്ള ഇക്വേഷനാണ് ടോസ് ഈക്വൽ ടു 1 ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ലോഗ് 2 ഡിവൈഡഡ് ബൈ ലാംഡയാണ്. ദെൻ 1 ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ലൈഫ് അതല്ലെങ്കിൽ മീൻ ലൈഫ്. അപ്പോൾ ഇവിടെ 1 ലാംഡക്ക് ടോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി ഹാഫ് ഈക്വൽ ടു ടോ ഇൻറ്റു ലോഗ് 2 എന്ന് കിട്ടും. ഹാഫ് ലൈഫും മീൻ ലൈഫും തമ്മിലുള്ള റിലേഷനാണ്. ഹാഫ് ലൈഫും മീൻ ലൈഫിൻ്റെ കൺസെപ്റ്റ് രണ്ടും വേറെ വേറെയാണ്. ഹാഫ് ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഉള്ളത് എത്രയാണോ അത് അതിൻ്റെ പകുതി ആകാൻ വേണ്ടിയാണ്ട് എടുത്ത സമയമാണ്. മീൻ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഒന്നിന് ഏകദേശം എത്ര ലൈഫ് ഉണ്ട് എന്നുള്ളതാണ് മീൻ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് റേഡിയോ ആക്ടിവിറ്റിൻ്റെ മെഷർമെൻറ്റാണ്. റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നതിൻ്റെ റേറ്റ്, അതിലെത്ര എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു, എത്ര എണ്ണം ബാക്കിയുണ്ട്, അതിൻ്റെ ലൈഫ് നോക്കിയാണ്ട് ഹാഫ് ലൈഫ് നോക്കിയാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് പറ്റും. അതേപോലെ അതിൻ്റെ മീൻ ലൈഫൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. നമ്മളെ റേഡിയോ ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് റേഡിയോ ആക്ടിവിറ്റിയാണ് ഉള്ളത്. ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ അല്ലേ. ഞാൻ ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ എന്തൊക്കെയാണെന്നില്ലാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇത് നോക്കുക. ആൽഫ ഡി കെ, ആൽഫ പാർട്ടിക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിന് ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞു. ഹീലിയം ന്യൂക്ലിയസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രോട്ടോണും ഉണ്ടാവും, 2 ന്യൂട്രോണും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അടങ്ങിയ ഒരു ഹീലിയം ന്യൂക്ലിയസിനെയാണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണത്, എമിറ്റ് ചെയ്യണത്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ആൽഫ ഡി കെ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അടങ്ങണ ഒരു ന്യൂക്ലിയസിനെ പുറത്തേക്ക് ആക്കണ എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ആൽഫ ഡി കെ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ഡി കെക്ക് ഒരു എക്സാമ്പിളാണ് യുറേനിയം. യുറേനിയത്തിൻ്റെ ആക്കണ അറ്റോമിക് നമ്പർ 92, മാസ് നമ്പർ 238. അതിന് ആൽഫ ഡി കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്ത് പോവും, ആകണേ 2 പ്രോട്ടോണും പോവും, 2 ന്യൂട്രോണും പോവും. ഓക്കെ, പ്രോട്ടോണിൻ്റെ എണ്ണാണ് അറ്റോമിക് നമ്പർ അറിയണത്. അപ്പോൾ ആകണേ പ്രോട്ടോണ് ഇല്ല ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് 2 പ്രോട്ടോണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 2 കുറയും. അപ്പോൾ അത് 90 ആയിക്കാണ്ട് മാറും. അറ്റോമിക് നമ്പർ 90 ആയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് യുറേനിയം അല്ല, ആക്കണേ തോറിയം ആയിക്കാണ്ട് മാറിയിരിക്കണേ. ഓക്കെ, അറ്റോമിക് നമ്പർ മാറിയാൽ എലമെന്റ് മാറിയെന്നാണ് അർത്ഥം. അപ്പോൾ തോറിയം ആയിക്കാണ്ട് മാറി. ഇനി ആകണേ മാസ് നമ്പർ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് നമ്പർ അറിയണത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിൻ്റെ എണ്ണാണ്. അപ്പോൾ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അടങ്ങണ ഒരു പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 4 ന്യൂക്ലിയോൺസ് പോയി എന്നർത്ഥം. അപ്പോൾ മാസ് നമ്പർ 4 കുറയും, 234 ആവും. ഓക്കെ, പിന്നെ അത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കണേ പ്ലസ് എമിറ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിളിനെയും കൂടി ഇവിടെ മെൻഷൻ ചെയ്യണം. അപ്പോഴാണ് ഇക്വേഷൻ ബാലൻസ്ഡ് ആകുക. ഓക്കെ,
ഇതാണ് ആൽഫ ഡി കെക്ക് ഒരു എക്സാമ്പിൾ അറിയണത്. അതിന്റെ കോമൺ ആയിങ്ങാണ്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് താഴെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ XZA എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്തു. അപ്പൊ ഇപ്പുറത്തെ ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ഇത് രണ്ടെണ്ണം ഇങ്ങോട്ട് മാറുക. ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്താൽ ഇത് വേറെ എലമെന്റ് ആയി, Y എന്ന് അറിയുന്ന ഒരു എലമെന്റ് ആവും. എലമെന്റ് മാറാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ ആകണേ 2 കുറയണോണ്ടാണ്. അപ്പൊ അറ്റോമിക് നമ്പറിന് 2 മൈനസ് ചെയ്താണ്ട് ഇവിടെ എഴുതുക. അതേപോലെ തന്നെ മാസ് നമ്പറിന് 4 മൈനസ് ചെയ്യുക. കാരണം 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അടക്കം 4 ന്യൂക്ലിയോൺസ് പോയി. അപ്പോൾ അതേപോലെ 2 പ്രോട്ടോണും ആയതുകൊണ്ട് അറ്റോമിക് നമ്പർ 2 കുറയും ചെയ്യും. ആൽഫ പാർട്ടിക്കിളിന്റെ ജനറൽ ആയിങ്ങാണ്ടില്ല ഒരു ഇക്വേഷൻ ആണിത്. അപ്പൊ ആൽഫ ഡി കെ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അറ്റോമിക് നമ്പർ 2 മൈനസ് ചെയ്യും, മാസ് നമ്പർ 4 മൈനസ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ആൽഫ ഡി കെ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ്ടും ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയാണ്ടും ഹീലിയം ന്യൂക്ലിയസിനെയും ഇവിടെ എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റ് ചെയ്യും വേണം ഇക്വേഷനിൽ. നെക്സ്റ്റ് ഇതിൽ വരുന്നത് അറിയുന്നത് ഡിസിൻറ്റഗ്രേഷൻ എനർജി, അതല്ലെങ്കിൽ ക്യൂ വാല്യൂ എന്ന് അറിയണ ഫാക്ടറാണ്. ക്യൂ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡി കെ നടക്കുന്ന സമയത്ത് ഇത് ഒന്നെങ്കിൽ ആ പാർട്ടിക്കിളിന് ഒരു കൈനറ്റിക് എനർജി കിട്ടും, അതല്ലെങ്കിൽ അങ്ങനെ ഹീറ്റ് എനർജി റിലീസ് ആവും. ആ എനർജിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറയുന്നത്. ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ന്യൂക്ലിയസിനൊരു കൈനറ്റിക് എനർജി കിട്ടും, അതല്ലെങ്കിൽ അങ്ങനെ കൈനറ്റിക് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തിൻ്റെ ഫോമിലായിരിക്കും, ഹീറ്റ് എനർജിൻ്റെ ഫോമിലായിരിക്കും. ആ എനർജിനെയാണ് നമ്മൾ ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ക്യൂ വാല്യൂ എന്ന് പറയും. ഓക്കെ, ഈ ക്യൂ വാല്യൂ അതല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യണത്, ഇപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ നടന്നു, ആൽഫ ഡി കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ന്യൂക്ലിയസിന്റെ മാസും ഇനീഷ്യലായിങ്ങാണ്ട് ഉണ്ടായിരുന്ന യുറേനിയത്തിന്റെ മാസും അതേപോലെ ഫൈനലായിങ്ങാണ്ട് ഉണ്ടായ തോറിയത്തിന്റെ മാസും ആക്കണ ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് 2 എണ്ണം കൂടിയും ആഡ് ചെയ്താൽ ഇതിന്റെ അത്ര ഉണ്ടാവില്ല. തുടക്കത്തിൽ ഉണ്ടായിരുന്ന അത്ര ന്യൂക്ലിയസിന്റെ അത്ര മാസ് എന്തുണ്ടാവില്ല, ഈ 2 എണ്ണത്തിനും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കുറച്ച് മാസ് ലോസ് ആയിക്കണമെന്ന് അർത്ഥം. ഇനീഷ്യലായിങ്ങാണ്ട് ഉണ്ടായിരുന്ന ടോട്ടൽ മാസ് അല്ല ഫൈനലായിങ്ങാണ്ട് ഉണ്ടാവുക. ഫൈനലായിങ്ങാണ്ടിലെ ടോട്ടൽ മാസ് അറിയണത് ഇനീഷ്യൽ മാസിനെക്കാട്ടിലും കുറച്ചും കൂടി കുറവായിരിക്കും. അപ്പൊ കുറച്ച് മാസ് ലോസ് സംഭവിച്ചേക്കണേ. ആ മാസാണ് എന്താക്കിയാണ്ട് മാറിയത്, ആക്കണേ എനർജി ആക്കിയാണ്ട് കൈനറ്റിക് എനർജിന്റെ ഫോമില്, അതല്ലെങ്കിൽ ആ ഹീറ്റ് എനർജിന്റെ ഫോമിക്ക് ആക്കിയാണ്ട് കൺവേർട്ട് ചെയ്തത്. ആ എനർജിനെ നമ്മൾ ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം ആകണേ ഐൻസ്റ്റീൻ്റെ ബേസിക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, മാസ് എനർജി റിലേഷൻ ഉപയോഗിക്കുക. മാസ് എത്ര മാസ് കൺവേർട്ട് ചെയ്തു, എനർജി ഒക്കെയാണ്ട് കൺവേർട്ട് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയാണ്ട് ഇതാണ് ഇനീഷ്യൽ എങ്ങാണ്ടിലെ മാസ്. ആ ഇനീഷ്യൽ മാസിന്ന് ഫൈനൽ ടോട്ടൽ മാസ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അങ്ങനെ നമുക്ക് എത്ര മാസ് ലോസ് ആയി എന്നില്ല കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എക്സ് എന്നുണ്ടായിരുന്ന സമയത്തിലെ മാസിന്ന് അങ്ങനെ വൈൻ്റെ മാസും അതേപോലെ തന്നെ ആൽഫ പാർട്ടിക്കിളിന്റെ മാസും കൂടി മൈനസ് ചെയ്തു. അപ്പൊ ടോട്ടൽ മാസ് ലോസ് കിട്ടും. അതിന് C² QC MC² ബേസിൽ എന്ത് ചെയ്യും, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ വാല്യൂ അതല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആൽഫ ഡി കെയിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ബീറ്റ ഡി കെ. ബീറ്റ ഡി കെയിൽ നമ്മൾ പറഞ്ഞു ആകണേ ബീറ്റ ഡി കെയിൽ എമിറ്റ് ചെയ്യണത് ഇലക്ട്രോൺസ് അതല്ലെങ്കിൽ പൊസിട്രോൺസ് ആണ്. എന്താ പൊസിട്രോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ, പൊസിട്രോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസും പ്രോട്ടോണിന്റെ ചാർജും ഇല്ല പാർട്ടിക്കിളിനെയാണ് പൊസിട്രോൺ എന്ന് അറിയണത്. അപ്പൊ ഇവിടെ 2 രീതിയിലുള്ള ആക്കണ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ഇലക്ട്രോണ് അതല്ലെങ്കിൽ പ്രോട്ടോണ് പൊസിട്രോണ്. 2 എണ്ണത്തിനെയാണ് ആകണെ എമിറ്റ് ചെയ്യണത്. ഇപ്പൊ കോമൺ ആയിട്ടാണ് നടക്കുന്നത് ആകണെ ഇലക്ട്രോണെയാണ് എമിറ്റ് ചെയ്യണത്. ഇലക്ട്രോണെ എമിറ്റ് ചെയ്യണ നമ്മൾ പറയും ബീറ്റ മൈനസ് ഡി കെ. ഓക്കെ, ബീറ്റ മൈനസ് ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെയാണ് എന്ത് ചെയ്യണത്, എമിറ്റ് ചെയ്യണത്. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുമ്പോൾ ബീറ്റ മൈനസ് ഡി കെ എന്നറിയും. പൊസിട്രോൺ എമിറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ പ്ലസ് ഡി കെ എന്നറിയും. ബീറ്റ പ്ലസ് ഡി കെ എന്നറിയും. നെഗറ്റീവ് ബീറ്റ ഡി കെയിൽ ഒരു എക്സാമ്പിൾ ആണ് ഫോസ്ഫറസ്. അറ്റോമിക് നമ്പർ 15
മാസ് നമ്പർ 32. അത് നെഗറ്റീവ് ബീറ്റ ഡീക്ക ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണെ എമിറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, സൾഫർ ആയിങ്ങാണ്ട് മാറും. സൾഫർ ആയിങ്ങാണ്ട് മാറുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മാസ് നമ്പർ അതേപോലെ തന്നെ നിൽക്കണമുണ്ട്. അതേപോലെ തന്നെ ബീറ്റ ഡി കെക്ക് ഒരു എക്സാമ്പിളാണ്, പോസിറ്റീവ് ബീറ്റ ഡി കെക്ക് ഒരു എക്സാമ്പിളാണ് സോഡിയം 1122 എന്ന് പറയുന്നത് നിയോൺ 1022 ആയിങ്ങാണ്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ആക്കണേ, പൊസിട്രോൺ എമിറ്റ് ചെയ്യും പോസിറ്റീവ് ബീറ്റ ഡി കെ ആകുമ്പോൾ. ഈ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേറൊരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നുണ്ട്, അതിനാണ് ആൻറ്റി ന്യൂട്രിനോ എന്നറിയണത്. ആൻറ്റി ന്യൂട്രിനോ. പൊസിട്രോൺ ആകുമ്പോൾ അതിൻ്റെ കൂടെ എമിറ്റ് ചെയ്യണ പാർട്ടിക്കിളിനെയാണ് ന്യൂട്രിനോ എന്നറിയണത്. ഇത് ആൻറ്റി ന്യൂട്രിനോ, ഇത് ന്യൂട്രിനോ. ഓക്കെ, നമ്മൾ നെഗറ്റീവ് ബീറ്റ ഡി കെയും പോസിറ്റീവ് ബീറ്റ ഡി കെ ഒക്കെ നടക്കാനുള്ള കാരണം എന്താണെന്നില്ലാണ് പറയുന്നത് കേട്ടോ. നെഗറ്റീവ് ബീറ്റ ഡി കെ നടക്കുന്നത് ഒരു ന്യൂട്രോണ് സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആയിങ്ങാണ്ട് മാറുകയാണ് ചെയ്യണത്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഒരു ന്യൂട്രോണ് പ്രോട്ടോണും ഇലക്ട്രോണും ആയിങ്ങാണ്ട് സ്പ്ലിറ്റ് ആവും. അപ്പം ന്യൂട്രോണിൻ്റെ മാസ് തന്നെയാണ് പ്രോട്ടോണും ഉള്ളത്. ന്യൂട്രോണിൻ്റെ ഇനീഷ്യൽ ടോട്ടൽ ചാർജ് അറിയണത് 0 ആണ്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്ട് ഇവിടെ പോസിറ്റീവ് പ്രോട്ടോൺ ആകുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് വന്നു, അതേപോലെ തന്നെ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ്ട് ഇലക്ട്രോണിൻ്റെ നെഗറ്റീവും വന്നു. അപ്പോൾ ഒരു ന്യൂട്രോണ് പ്രോട്ടോണും അതേപോലെ തന്നെ ഇലക്ട്രോൺ ആയിങ്ങാണ്ട് സ്പ്ലിറ്റ് ആവും. അതിൻ്റെ കൂടെ ആൻറ്റി ന്യൂട്രിനോ എന്ന് പറഞ്ഞാണ്ടില്ല ഒരു പാർട്ടിക്കിളും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ന്യൂട്രോണ് പ്രോട്ടോണും ഇലക്ട്രോണും ആയിങ്ങാണ്ട് മാറിയുന്ന ആ ഇലക്ട്രോണാണ് എന്ത് ചെയ്യണത് എന്നറിയോ, നെഗറ്റീവ് ബീറ്റ ഡി കെയിൽ എമിറ്റ് ചെയ്യണത്. അതല്ലാതെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്ന ഇലക്ട്രോൺ വരുന്നത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഇല്ലല്ലോ. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോണെ എമിറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് അറിയണത് ന്യൂട്രോൺ സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് പ്രോട്ടോണും ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രിനോണും ആയിങ്ങാണ്ട് മാറുമ്പോൾ അതിലുള്ള ആക്കണ ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രിനോണും ആണ് എന്ത് ചെയ്യണത്, എമിറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ബീറ്റ ഡി കെയിൽ ന്യൂട്രോണ് പ്രോട്ടോൺ ആയിങ്ങാണ്ട് മാറി. ആ പ്രോട്ടോൺ അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ടോട്ടൽ ഉണ്ടായിരുന്ന പ്രോട്ടോണിൽ ഒരു പ്രോട്ടോണിൻ്റെ എണ്ണം കൂടി അല്ലേ. ഒരു ന്യൂട്രോണ് പ്രോട്ടോൺ ആയിങ്ങാണ്ട് മാറുമ്പോൾ ടോട്ടൽ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷെ പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് കൂടി. പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്തു, 15 16 മാസ് നമ്പർ അതേപോലെ തന്നെ നിന്നു. കാരണം ന്യൂട്രോൺ മാറിയാണ്ട് പ്രോട്ടോൺ അയക്കണം, പക്ഷേ ടോട്ടൽ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ബീറ്റ ഡി കെ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ന്യൂട്രോണ് പ്രോട്ടോണും ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രിനോണും ആയിങ്ങാണ്ട് മാറുന്നതുകൊണ്ടാണ്. അതിൽ നിന്ന് ഇലക്ട്രോണും ആൻറ്റി ന്യൂട്രിനോണും ആണ് എജക്റ്റ് ചെയ്യണത്, റേഡിയേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് ഇൻക്രീസ് ചെയ്തു, അതേപോലെ തന്നെ ടോട്ടൽ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്തു. അതാണ് നെഗറ്റീവ് ബീറ്റ ഡി കെ നടക്കാനുള്ള കാരണം. ഓക്കെ, അപ്പം നെഗറ്റീവ് ബീറ്റ ഡി കെ നടക്കുമ്പോൾ അറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യും, അതേപോലെ മാസ് നമ്പർ അതേപോലെ തന്നെ റിമൈൻ സെയിം അതേപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് ബീറ്റ ഡി കെ. പോസിറ്റീവ് ബീറ്റ ഡി കെയിൽ ഒരു പ്രോട്ടോണ് സ്പ്ലിറ്റ് ആയിങ്ങാണ്ട് ഒരു ന്യൂട്രോണും ഒരു പൊസിട്രോണും ആയിങ്ങാണ്ട് മാറുക ചെയ്യണത്. പ്രോട്ടോണ് ന്യൂട്രോൺ ആയിങ്ങാണ്ടാണ് കൺവേർട്ട് ചെയ്യണത്. പ്രോട്ടോണ് ന്യൂട്രോൺ ആയിങ്ങാണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്, പക്ഷേ വേറൊരു പാർട്ടിക്കിളും കൂടി ആക്കണ പ്രൊഡ്യൂസ് ചെയ്തു, പൊസിട്രോണ് പ്ലസ് ന്യൂട്രിനോൺ. പൊസിട്രോണും ന്യൂട്രിനോണും ഉണ്ടായി. ആ പൊസിട്രോണാണ് എന്ത് ചെയ്തത്, എമിറ്റ് ചെയ്യണത്. പക്ഷേ അങ്ങനെ പ്രോട്ടോണ് ന്യൂട്രോൺ ആയിങ്ങാണ്ട് മാറുമ്പോൾ ടോട്ടൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രോട്ടോണ് ന്യൂട്രോൺ ആയിങ്ങാണ്ട് മാറി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ ഒന്ന് കുറവ് വന്നു. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും, ഒന്ന് ഡിക്രീസ് ചെയ്യും. അതാണ് സോഡിയം ആകണേ 11 ഉണ്ടായിരുന്നത് നിയോൺ 10 ആയിങ്ങാണ്ട് മാറാനുള്ള കാരണം. ഓക്കെ, എന്നാൽ മാസ് നമ്പർ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും, കാരണം ടോട്ടൽ ന്യൂക്ലിയോൺസിൻ്റെ എണ്ണം സെയിം ആണ്. ഇതാണ് പോസിറ്റീവ് ബീറ്റ ഡി കെയിൽ നടക്കുന്നത്. പോസിറ്റീവ് ബീറ്റ ഡി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിട്രോൺ ആണ് എമിറ്റ് ചെയ്യണത്. പൊസിട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ മാസും
പ്രോട്ടോണിന്റെ ചാർജും ഉള്ള പാർട്ടിക്കിളിനെയാണ് പൊസിട്രോൺ എന്ന് അറിയുന്നത്. പോസിറ്റീവ് ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ മാസ് നമ്പർ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും, അറ്റോമിക് നമ്പർ ഒന്ന് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. കാരണം പ്രോട്ടോണി ന്യൂട്രോണായി ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. നെഗറ്റീവ് ബീറ്റ ഡീക്കെ നടക്കുമ്പോൾ ന്യൂട്രോണ് പ്രോട്ടോണെ ഇങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ അറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, മാസ് നമ്പർ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് ബീറ്റ ഡീക്കേയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ?